നമ്മളെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പണി നോക്കാനായിട്ട് ഡെയിലി വരാറുണ്ടായിരുന്നു. ഇന്നും കറക്റ്റ് ഒരു 6 മണിയാകുമ്പോൾ എവിടുന്നാണെന്നറിയില്ല പറന്ന് നമ്മുടെ വീടിൻ്റെ ഏരിയയിലേക്ക് വരും. ഇവിടുന്ന് എന്താ കിട്ടുന്നതെന്ന് ഉണ്ടെങ്കിൽ അത് കൊത്തിപ്പറക്കി തിന്ന് വളരെ ഹാപ്പി ആയിട്ട് മടങ്ങി പോകുന്ന ഒരു മയിൽ ഫാമിലി ആയിരുന്നു കേട്ടോ ഇവർ. അതിലൊരു ആൺമയിലുണ്ടാവും, 2 പെൺമയിലുണ്ടാവാറുണ്ട്, പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മളാരും ഇവർ ഉപദ്രവിക്കാറൊന്നുമില്ല. ഇവർ വന്ന് ഇവരെ കാര്യം നോക്കി ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് അങ്ങനെ മടങ്ങി പോക്കാണ് പതിവ്. ആദ്യമൊക്കെ പതിവായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവരെ കാണാറില്ല കേട്ടോ. കാരണം നമ്മളെ വീടിൻ്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളെല്ലാം സെയിലായി പോയി. അവിടെയൊക്കെ വീടുകളും കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവാസ വ്യവസ്ഥ മൊത്തത്തിൽ അങ്ങ് തെറ്റി. അപ്പോൾ ഇവരിവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വല്ല കാലത്ത് മാത്രമായി ഇവർ വരുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ തെങ്ങിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി ഇരുന്നിട്ട് സൗണ്ട് ഉണ്ടാക്കും. വന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. അതൊക്കെ കാണാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്. ഒരു വല്ലാത്ത സൗണ്ടാണ് കേട്ടോ മയിലിൻ്റെ. മയിൽ സംഭവം കാണാൻ നല്ല രസമുള്ള ഒരു ജീവിയാണെങ്കിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട് മയിൽ വന്ന് കൃഷി നശിപ്പിച്ചു എന്നൊക്കെ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടും ഒക്കെ അങ്ങനെ അറിവുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇവിടെ വന്ന് ഇതെല്ലാം കൊത്തിപ്പറക്കിയിട്ട് നശിപ്പിച്ച് കളയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ടാണൊരു സമാധാനം. കുറച്ച് സമയം ഇവിടെ അങ്ങനെ തത്തിക്കളിച്ചൊക്കെ ഇങ്ങനെ നിന്നു. അതിന് ശേഷം പിന്നെ പുള്ളി ഫാമിലിയായിട്ട് വീണ്ടും തിരിച്ച് അതിൻ്റെ സ്ഥലത്തേക്ക് പോയെന്ന് എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ ഞാനിവിടെ കണ്ടിട്ടില്ല. വല്ലപ്പോഴും മാത്രം വരുന്നതുകൊണ്ട് നല്ല ഡിമാൻഡുള്ള ആളാണ്. നമ്മുടെ വീട്ടിലെന്തായാലും ഈ മയിൽ കേട്ടോ.